നോക്കൂ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടൊരു പ്രാർത്ഥന നടത്തുകയാണ്. ഇത് പ്രവാചകൻ കേൾക്കാനിടയായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ് സൽ തുഅത, നീ ചോദിക്കൂ, നിനക്കല്ലാഹു നൽകും. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ ഹംദ് നൽകിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വലാത്തു ചൊല്ലാത്തിടത്തോളം അത് ആകാശത്തിൽ തൂക്കിയിടപ്പെടുമെന്നാണ്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൂക്കിയിടപ്പെടും. നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുമ്പോഴാണ് ആ പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്വലാത്തു ചൊല്ലണം. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ളൊരു മാർഗമാണത്.